എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഷവർമ എംബിസി ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദാമാവ് വേണം. 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ മൈദാമാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പാലിന് ചെറിയൊരു ചൂടേ കാണാവുള്ളൂ, എങ്കിലും നമുക്ക് ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം, ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഈസ്റ്റ് ഇവിടെ ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നല്ല മയത്തിൽ നിന്ന് കുഴച്ചിട്ടെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിൽ തന്നെ നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പിനടുത്തൊക്കെ വെള്ളം മതി നമുക്കിത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തി മാവൊക്കെ കുഴച്ചിട്ടെടുക്കുന്ന ഒരു പരുവല്ല, അതിലും കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റാക്കി നമ്മളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്വല്പം ഓയിലും കൂടി ചേർത്തൊന്ന് കുഴക്കുകയാണെങ്കിൽ ആ ഒരു ഒട്ടുന്ന ഒരു രീതി നമുക്ക് മാറിക്കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ നല്ല മയത്തിൽ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് വെച്ച് കൊടുത്തിട്ട് മാവിൽ നമുക്ക് നന്നായിട്ട് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇട്ടിട്ടോ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. ഇനി ഈ മാവ് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ മാവ് നമുക്ക് നല്ല ഡബിൾ ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുന്ന ചിക്കനാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഊറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട, കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചിക്കനകത്തുനിന്ന് തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. ഇനി ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചവ മാറുന്നതിന് വരെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ capsicum ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവ രണ്ടും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. സവാള ഒരു capsicum ആണെങ്കിൽ ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി, ഒരുപാടങ്ങ് വെന്ത് പോവരുത്. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാവ് ഇവിടെ ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. മാവ് നമുക്ക് നല്ല ഡബിൾ ആയി കിട്ടിയിട്ടുണ്ട്.
ഇതൊരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഇതുപോലെ പൊടി നമുക്കൊന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഒരുപാടങ്ങ് ബലത്തിലങ്ങ് കുഴയ്ക്കാതെ പതിയെ ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആ ഒരു ഒട്ടലൊക്കെ മാറുന്ന രീതിയിൽ കുറച്ച് പൊടി ഇതുപോലെ തൂക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു 4 ബോൾസ് ആക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കും കുറച്ച് പൊടി ഇതുപോലെ തൂക്കിയിട്ട് വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മളിത് നല്ല കട്ടിക്ക് തന്നെ വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ റൗണ്ടാക്കി നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിതൊന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള 3 ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കാണ്. ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും. വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് കളറൊന്നും മാറാതെ തന്നെ വേണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ പിറ്റ ബ്രെഡ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോന്നും ചുട്ടെടുത്തിട്ട് ഒരു കിച്ചൺ ടൗലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതിലൊന്ന് പൊതിഞ്ഞു കൊടുക്കണം. എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ. നമ്മളിത് ചുട്ടിട്ട് വെറുതെ വെളിയിൽ തുറന്ന് വെക്കുകയാണെങ്കിൽ അത്ര സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടും പാനിൽ വെച്ചിട്ടും കുക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവനിൽ വെക്കുകയാണെങ്കിൽ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പിറ്റ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇഷ്ടമുള്ള സോസ് ഏതെങ്കിലും തേച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പിസ്സ സോസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ചില്ലി ഗാർലിക് സോസ് ഒക്കെ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. സോസ് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ലപോലെ ഫില്ലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസും കൂടെ ഞാൻ ഇതിലൊന്ന് വെതറിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ തന്തൂരി മയോണൈസ് ആണ് എടുത്തിരിക്കുന്നത്. സാധാ മയോണൈസ് ആണെങ്കിൽ അതിലൊരു സ്വല്പം തന്തൂരി മസാലയും കുറച്ച് മുളക് പൊടിയും കൊണ്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. തന്തൂരി മസാല ചേർത്ത് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് തന്തൂരി മസാല ഇല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു മയോണൈസും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതിലൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസും ഇതുപോലെ കുറച്ച് മയോണൈസും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ ഒരു 4-5 മിനിറ്റ് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ തന്നെ ആ ഒരു ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രൈ പാനിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ചൂടായിട്ട് എടുക്കുന്ന ഒരു ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് ചൂട് കാണരുത് ഫ്രൈ പാന്. ചെറിയൊരു ചൂടുള്ള ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു ചീസൊക്കെ മെൽറ്റായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഒരു 4-5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും റെഡിയായി കിട്ടും കേട്ടോ. തീയൊന്ന് കുറച്ച് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മൂടി ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒരു ചീസൊക്കെ മെൽറ്റായി കിട്ടും. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും പാനിൽ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഓവനിൽ വെച്ചതാണ്. ഓവനിൽ വെച്ചത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മളിതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പായിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക കേട്ടോ. അഥവാ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മുകൾ ഭാഗം നല്ലൊരു റെഡ് കളറിൽ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ചീസ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം കുറച്ചും കൂടി മയോണൈസ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു റെഡ് കളറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം കിട്ടും.
മയോണൈസും ചിക്കനും ഒക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ഷവർമയുടെ ഒരു ടേസ്റ്റും പിന്നെ ഒരു മൊസറല്ല ചീസ് ഉള്ളതുകൊണ്ട് ഒരു പിസ്സയൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാനിൽ വെച്ചതാണ്. ഈ ഒരു പാനിൽ വെച്ചതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് നല്ലപോലെ തന്നെ ഒരു ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഷവർമ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.